ഞാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ എൻ്റെ അടുത്തേക്ക് കൂടി എത്തിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന പല ആളുകൾ കാണുമല്ലോ. അങ്ങനെയുള്ളതിൽ ഏറ്റവും അധികം എന്നോട് വലിയ ഇത്തരം താല്പര്യം പ്രകടിപ്പിക്കുന്ന ചില മാധ്യമങ്ങളുണ്ട്. അതിലൊന്നാണ് മലയാള മനോരമ. മാമൻ മാത്യു ആണല്ലോ അതിൻ്റെ തലപ്പത്തിരിക്കുന്നതാണ്. മാമൻ മാത്യുവിന് മലയാള മനോരമയിൽ നിയന്ത്രണമില്ല എന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല. ഇവര് സാധാരണ നിലവിട്ടാണല്ലോ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എവിടുന്ന് കിട്ടിയ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് അന്വേഷണ ഏജൻസി കൊടുത്ത തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് വീണ പണം ഈ പറയുന്ന ഭർത്താവ് മുഹമ്മദ് റിയാസിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞു? ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് റിയാസ് പണം ഹവാലിയായിട്ട് ഉപയോഗിച്ചു എന്നോ അങ്ങോട്ട് അയച്ചു എന്നോ എന്തൊക്കെ റിപ്പോർട്ട് ചെയ്തു? ഇപ്പോൾ നിയമ നടപടിക്ക് റിയാസ് തയ്യാറായില്ലേ എന്നുള്ളതല്ല എൻ്റെ വിഷയം. എങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ ഒന്നായ മാമൻ മാത്യു നേതൃത്വം കൊടുക്കുന്ന മലയാള മനോരമക്ക് ഇത്തരത്തിൽ ഒരു ശരിയല്ലാത്ത വാർത്ത കൊടുക്കാൻ കഴിഞ്ഞത്? അവർ സൃഷ്ടിക്കുകയല്ലേ വാർത്ത? അങ്ങനെ വാർത്തകൾ സൃഷ്ടിക്കലാണോ നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യേണ്ടത്? പിണറായി വിജയന് നേരെയായാൽ എന്തും ചെയ്യാം, എന്തും സൃഷ്ടിക്കാം എന്നതാണോ അംഗീകരിക്കേണ്ട രീതി? എത്ര കാലമായി ഇങ്ങനെ തുടങ്ങിയിട്ട്? എന്താണ് ഇതിൻ്റെ ഫലം? നിങ്ങൾ ഉദ്ദേശിച്ച തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞു? ഇവിടെ നിങ്ങളുടെ ചോദ്യത്തിന് എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ. ഈ പറഞ്ഞ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ വന്നപ്പോൾ എല്ലാ രീതിയിലും വീണ സഹകരിച്ചിട്ടുണ്ട്. ഒരു വ്യത്യാസവും അതിന് കാണിച്ചിട്ടില്ല. അത് ഏത് അന്വേഷണത്തോടും സാധാരണഗതിയിൽ നമ്മൾക്ക് സ്വീകരിക്കേണ്ട നിലപാടാണ്. അത് പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ട്. ഇനിയും വിവരങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ ആ വിവരങ്ങൾ നൽകുന്നതിനും വീണയുടെ ഭാഗത്തുനിന്ന് യാതൊരു മടിയും ഉണ്ടാവില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ നല്ല ആത്മവിശ്വാസത്തോടെ തന്നെ പറയുന്നത്. അത് മാമൻ മാത്യു മനസ്സിലാക്കുന്ന നല്ലതാണ്. അതുകൊണ്ടാണ് മാമൻ മാത്യുവിന്റെ പേര് ഞാൻ പറയുന്നത്. മാമൻ മാത്യു എൻ്റെ അടുത്ത സുഹൃത്താണ്. അല്ലാത്തതുകൊണ്ടല്ല. അയാളും കാര്യങ്ങൾ മനസ്സിലാക്കണമല്ലോ. എനിക്ക് പൂർണ്ണമായ വിശ്വാസം, അത് പൂർണ്ണ ബോധ്യം, ഞാനോ എൻ്റെ മകളോ എൻ്റെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലുമോ ഒരു ഹവാല ഏർപ്പാടിന് നിന്നിട്ടില്ല. ഒരു ഹവാല ഏർപ്പാടുമില്ല. എല്ലാം സംശുദ്ധമായി നടക്കുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞൊരു വാചകമുണ്ട്, ഈ കൈകൾ എല്ലാ കാലത്തും ശുദ്ധമാണ്, ഇനിയും ശുദ്ധമായിരിക്കും. ഇതിൽ കറവരുണ്ട് ആക്കാം എന്ന് ധരിക്കണ്ട. അതുമാത്രമേ മാമൻ മാത്യുയോടും മലയാള മനോരമയോടും എനിക്ക് പറയാനുള്ളൂ.